ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രുതിയും വീട്ടിലെ ആവശ്യങ്ങൾക്കായി മാസം ഒരു 5,000 തരാമെന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുവാണ്. നമ്മുടെ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ശ്രുതിക്ക് അത് പക്ഷേ ഇഷ്ടമായില്ല കേട്ടോ. കാരണം ശ്രുതി പറയുന്നുണ്ടല്ലോ, ഞാൻ 8,000 കൊടുക്കുന്നുണ്ട്, പിന്നെ നീ എന്തിനാ 5,000 കൂടി കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഞാനല്ലേ കൊടുക്കുന്നത്, ഞാൻ സമ്പാദിക്കുന്നുണ്ടല്ലോ, ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് ശ്രുതി അത് കൊടുക്കുന്നത്. കാരണം രേവതി നേരത്തെ കൊടുക്കുന്നുണ്ടല്ലോ, അതിൽ കുശുമ്പ് കയറിയിട്ടാണ് ശ്രുതി ശരിക്കും കൊടുക്കുന്നത്. അപ്പോൾ വർഷം അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നിന്ന് പറയുന്നുണ്ട്, ശരി അങ്കിളെ, ഞങ്ങളും സമ്പാദിക്കുന്നുണ്ടല്ലോ, ഞാനും തരാം ഒരു എമൗണ്ട് അങ്കിളിന്, മാസം ഒരു 10,000 വെച്ച് ഞാൻ തരാമെന്ന് വർഷ പറയുവാണേ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ഞെട്ടിപ്പോകുന്നുണ്ട്. ചന്ദ്രക്ക് അപ്പോൾ ഒന്നുകൂടെ സന്തോഷമാവുന്നുണ്ട്. കാരണം പണക്കാരുടെ മരുമോള് 10,000 രൂപ വെച്ച് മാസം മാസം തരുമല്ലോ. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, അപ്പോൾ ശരി നിങ്ങളും പൈസ തരും എന്നാണ് അപ്പോൾ പറയുന്നത്. ശരി ഞാൻ എഴുതി വെച്ചേക്കാമെന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മാസം 5-ാം തീയതിക്കുള്ളിൽ എല്ലാവരും ഈ പൈസ എനിക്ക് കൊണ്ട് തരണം എന്ന് പറയുവാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എല്ലാവരും പൈസ എന്നെ ഏൽപ്പിച്ചാൽ മതി, ഞാൻ സൂക്ഷിക്കാം എന്നാണ് ചന്ദ്ര പറയുന്നത്. അപ്പോൾ രവീന്ദ്രൻ അത് സമ്മതിക്കുന്നില്ല കേട്ടോ. രവീന്ദ്രൻ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാവരും പൈസ എന്നെ തന്നെ ഏൽപ്പിച്ചാൽ മതി, ഞാൻ നല്ലോണം സൂക്ഷിക്കാം എന്നാണ് രവീന്ദ്രൻ പറയുന്നത്. അപ്പോൾ ചന്ദ്രക്ക് അത് പിടിക്കുന്നില്ലേ. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് രവീന്ദ്രനോട്, അച്ഛാ ഇത്രയും നാളില്ലാത്ത ഒരു സ്വഭാവം എന്താ അച്ഛാ, പെട്ടെന്ന് ഞങ്ങളുടെ നിന്നൊക്കെ ഇങ്ങനെ കാശ് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരുവേ. സച്ചി പറയുവാണ്, എടാ ഇത്രയും കാലം നിന്നെ പഠിപ്പിക്കാനും നിൻ്റെ മറ്റാവശ്യങ്ങൾക്കൊക്കെ നീ പൈസ ചോദിച്ചപ്പോഴേക്കും അച്ഛൻ എന്തെങ്കിലും ചോദിച്ചോ നിന്നോട് തിരിച്ച്? ഒന്നും ചോദിക്കാതെയല്ലേ നിനക്ക് അപ്പപ്പോൾ കാശ് തരുന്നുണ്ടായിരുന്നത്. എന്നിട്ടിപ്പോൾ അച്ഛൻ ചോദിക്കുമ്പോൾ മാത്രം എന്തിനാടാ നീ എന്തിനാണ് ഏതിനാണെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നു എന്നാണ് സച്ചി ചോദിക്കുന്നത്. ഇതിന് ശ്രുതിയുടെ കയ്യിൽ മറുപടിയൊന്നും ഉണ്ടാവില്ലേ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾ മുറിയുടെ പ്രശ്നത്തിന് എന്തോ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇതെന്താ ബുക്കും പേനയൊക്കെ എടുത്ത് എല്ലാവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ കണക്കൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ സമയമാവുമ്പോൾ എല്ലാവരോടും പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് രവീന്ദ്രൻ എഴുന്നേറ്റ് പോകുവാണേ. എല്ലാവർക്കും ഇങ്ങനെ സംശയമാണ്, അച്ഛൻ എന്തായിരിക്കും മനസ്സിൽ കണ്ടത്, എന്തിനാണ് ഇങ്ങനെ പൈസ എല്ലാവരുടെയും നിന്നും മേടിച്ചിട്ട് ഇങ്ങനെ ബുക്കിലൊക്കെ എഴുതി വെക്കുന്നതെന്നുള്ള സംശയമാണ് എല്ലാവർക്കും. പിന്നെ കാണിക്കുന്നത് ടെറസിലിരുന്ന് ശ്രുതിയും സച്ചിയും കൂടിയുള്ള സംഭാഷണമാണ്. ശ്രുതിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല മാസം മാസം ഈ പൈസ കൊടുക്കുന്ന ഏർപ്പാട്. ശ്രുതി ശ്രീകാന്തിനൊന്ന് ചൊറിയാൻ നോക്കുന്നുണ്ട്. ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, ശ്രീകാന്തെ നീ മാസം മാസം ഒരുപാട് സമ്പാദിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ശ്രീകാന്ത് പറയും, അതെന്താ ശ്രുതിച്ചേട്ടാ അങ്ങനെ ചോദിച്ചത്? അല്ല ആ മാസം 10,000 രൂപയൊക്കെ കൊടുക്കാമെന്ന് നീ പറഞ്ഞല്ലോ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, അത് കുറേ സമ്പാദിക്കുന്നുണ്ടൊന്നുമല്ല, അച്ഛൻ ചോദിച്ചാൽ പിന്നെ കൊടുക്കണ്ടേ, എൻ്റെ പകുതി ചിലവുകളും നോക്കുന്നത് വർഷയാണ്, പിന്നെ അച്ഛൻ ചോദിക്കുമ്പോൾ കൊടുക്കണ്ടേ എന്നുള്ളത് കൊണ്ടാണ് ഞാനത് കൊടുക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, അതിനുവേണ്ടി അച്ഛൻ പറയാതെ തന്നെ 10,000 രൂപ കൊടുക്കുവാണല്ലോ നീ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തിനെ ഒന്നുകൂടെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, നിനക്ക് എന്താടാ ശ്രുതി, അവൻ കൊടുക്കണത് കൊടുക്കട്ടെ, നീ എന്തിനാ അവനോട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുവാണ്. അച്ഛൻ പൈസയൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ പൈസയുടെ കണക്കൊക്കെ പറയുന്നത് ശരിയല്ല ശ്രുതി എന്നാണ് സച്ചി പറയുന്നത്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അല്ലടാ എന്നാലും എന്തിനാണ് ഈ പൈസ എന്നൊക്കെ ഞങ്ങൾക്ക് അറിയണ്ടേ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്തിനാണ് അറിയേണ്ടത്, ഇത്രയും നാളെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ എന്തിനാണ് ഏതിനാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ എന്നാണ് സച്ചി വീണ്ടും ചോദിക്കുന്നത് ശ്രുതിയോട്. സച്ചി ടെൻഷനാവാൻ തുടങ്ങുവാണ് ശ്രുതിയുടെ ഇമ്മാതിരി വർത്താനൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടാ കൂളാവും, എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആവുന്നതെന്ന് ചോദിക്കുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അല്ലടാ എന്തിനാണ് ഏതിനാണെന്നൊന്നും അറിയാണ്ട് ഈ മാസം മാസം 8,000 രൂപ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയുവാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, 8 കോടി രൂപ കൊടുക്കുന്ന പോലെയാണ് അവൻ്റെ വർത്താനം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞങ്ങൾ ഇപ്പം അല്ലടാ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്, ഞാൻ ബിസിനസ്സിൽ ഇനി വലിയ ആളായിട്ട് വരാൻ പോവുക, സ്റ്റാർട്ടിങ് ചെയ്തേ ഉള്ളൂ. അപ്പോഴേക്കും ഈ മാസം മാസം ഇങ്ങനെ 8,000 കൊടുക്കുന്ന എനിക്ക് അത്ര താല്പര്യം തോന്നുന്നില്ല എന്നാണ് ശ്രുതി പറയുന്നത്. സച്ചിക്ക് എന്തായാലും ശ്രുതിയുടെ ഈ വർത്താനമൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ശ്രീകാന്ത് സമാധാനിപ്പിക്കുന്നുണ്ട്, സച്ചിയേട്ടാ ഒന്ന് വീട്, ശ്രുതിച്ചേട്ടൻ്റെ സ്വഭാവം അറിയാലോ, പണ്ട് തൊട്ടേ ക്യാഷിൻ്റെ കാര്യത്തിൽ കുറച്ച് ഓവറാന്ന് പറയുവാണ്. അപ്പോൾ ശ്രീകാന്തും പറയുന്നുണ്ട്, എനിക്കും ഒരു സംശയം, അച്ഛൻ എന്താ പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ക്യാഷൊക്കെ ചോദിക്കുന്നതെന്ന്. അപ്പോഴേക്കും ശ്രുതിയാണ് ഇതിനെ മറുപടി പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ വീട്ടിൽ നടക്കുന്നത് മുറിയുടെ പ്രശ്നമാണല്ലോ, ഇവിടെ ആകെ 3 മുറിയല്ലേ ഉള്ളത്, എനിക്ക് തോന്നുന്നത് നമ്മൾ 3 പേർക്കും അച്ഛൻ ഈ 3 മുറികൾ ഭാഗിച്ചു തന്നിട്ട് ഈ പൈസയും കൊണ്ട് അച്ഛനും അമ്മയും കൂടി വേറെ എവിടെയോ മാറി താമസിക്കാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുവാണേ. അപ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരും, അച്ഛനും അമ്മയും മാറുന്ന അച്ഛൻ തൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുന്ന കാര്യം സച്ചിക്ക് ഓർക്കാൻ കൂടി വയ്യല്ലോ. അത് ശ്രുതി ഒന്ന് തമാശക്ക് പറഞ്ഞപ്പോഴേക്കും സച്ചിക്ക് അത് പിടിക്കുന്നില്ല. സച്ചി ശ്രുതിയോട് ചൂടാവുന്നുണ്ട്, എന്താണ് നീ പറയുന്നത്, അച്ഛനും അമ്മയും ഇവിടെ നിന്ന് മാറി താമസിക്കുന്നു, അതിനുവേണ്ടിയാണോ അവർ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നല്ല നിലയിലൊക്കെ എത്തിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഭയങ്കരമായിട്ട് ചൂടാവുകയാണേ. ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ അച്ഛനൊന്നും ആരും ഇല്ലാത്തവരെ പോലെ മാറിപ്പോയി ഒറ്റയ്ക്ക് താമസിക്കാനൊന്നും പോകുന്നില്ല, നമ്മുടെ കൂടെ എല്ലാവരുടെയും കൂടെയും
സന്തോഷത്തോടെ ജീവിക്കണം എന്നല്ലേടാ അച്ഛൻ്റെ ആഗ്രഹം. നീ എന്താടാ പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കുവാണേ സച്ചി. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് എനിക്ക് ഈ പ്രശ്നത്തിൽ ഒരേ ഒരു പരിഹാരമായിട്ട് തോന്നുന്നത്, അതായത് ഇപ്പം മുറിയുടെ വിഷയമാണല്ലോ പ്രശ്നം, നമുക്ക് ഈ വീട് അങ്ങോട്ട് വിറ്റിട്ട് ഓരോ ഫ്ലാറ്റ് പോയി മേടിക്കാമെന്ന് പറയുവാണ്. അപ്പോഴേക്കും ശ്രുതിക്ക് അത് സമ്മതമാണ്. ശ്രുതി പറയുന്നുണ്ട്, ഗ്രൗണ്ട് ഫ്ലോർ ഏതായാലും ഞാൻ എടുക്കും എന്ന് പറയുവാണ്. സച്ചിക്ക് ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരുവാണേ. സച്ചി അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഇങ്ങനെ വീട് വിട്ട് മാറി താമസിക്കുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത്? ഈ വീട്ടിൽ മുറിയില്ലാത്തത് എനിക്കും രേവതിക്കുക, എന്നിട്ട് ഞങ്ങൾ പോലും ഇതുപോലെ മാറി താമസിക്കുന്ന കാര്യത്തെപ്പറ്റി ആലോചിച്ചിട്ടില്ല. നിങ്ങൾക്കിങ്ങനെ മാറി താമസിക്കാനാണോ ആഗ്രഹം എന്നൊക്കെ സച്ചി ചോദിക്കുവാണേ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇല്ല അച്ഛനിങ്ങനെ പെട്ടെന്ന് കാശ് ചോദിച്ചപ്പോൾ ഞാൻ ഓർത്തു ഇനി അതിനു വേണ്ടി ആയിരിക്കും എന്ന്. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, എടാ അച്ഛനെ വേണമെങ്കിൽ ഒറ്റയ്ക്ക് വേണമെങ്കിൽ അച്ഛമ്മയുടെ കൂടെ പോയി മാറി താമസിക്കും. പക്ഷെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ കൂടെ ജീവിക്കാനല്ലേടാ അച്ഛൻ ഇഷ്ടം. നിങ്ങളിങ്ങനെ ഓരോന്ന് വെറുതെ ആലോചിച്ചു കൂട്ടല്ലേ എന്ന് പറയുവാണേ. ശ്രുതിക്ക് പക്ഷേ സച്ചിയുടെ അഭിപ്രായത്തോട് യോജിപ്പില്ല കേട്ടോ. ശ്രുതി പറയുന്നുണ്ട്, എടാ നീ എന്താടെ ഇങ്ങനെ കാലത്തിനൊത്ത് മാറി ചിന്തിക്കാൻ പഠിക്കടാ. എപ്പോഴും നമുക്ക് ഈ വീട്ടിൽ ഇങ്ങനെ താമസിക്കാൻ പറ്റുമോ? ഞാനിപ്പോൾ പഴയ പോലെയൊന്നും അല്ല, ബിസിനസ് മാനാണ്. ഇനി കുറച്ച് നാൾക്കുള്ളിൽ ഞങ്ങൾ കുറേ ബ്രാഞ്ചസ് ഒക്കെ ഓപ്പൺ ചെയ്യും. അപ്പോൾ ഞാനൊരു മൾട്ടി മില്യണിയർ ആവും. ഞാൻ എങ്ങനെ ഈ വീട്ടിൽ താമസിക്കും? ഞങ്ങൾക്ക് കുറച്ചും കൂടി സൗകര്യമുള്ളൊരു വീട് വേണ്ടേ എന്നൊക്കെയാണ് ശ്രുതി ചോദിക്കുന്നത്. സച്ചി പറയുന്നുണ്ട്, എടാ നമ്മൾ എത്ര വലിയൊരാളായാലും നമ്മളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നവരെ ഒരിക്കലും മറക്കാൻ പാടില്ല. അച്ഛനെയും അമ്മേനെയും വിട്ട് മാറി താമസിക്കണമെന്നൊക്കെ ചിന്തിക്കുന്നു. നീയൊക്കെ ഒരു മകനാണോടാ എന്നാണ് സച്ചി ചോദിക്കുന്നത് ശ്രുതിയോട്. ശ്രുതി പക്ഷേ വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. ശ്രുതി തർക്കിക്കുകയാണ് സച്ചിയോട്. ഞാൻ എൻ്റെ സ്റ്റാറ്റസിനൊത്തേ ജീവിക്കത്തുള്ളൂ, ഞാൻ നിന്നെപ്പോലെ ഒരു ഡ്രൈവർ അല്ല എന്ന് പറയുവാണ് ശ്രുതി. അത് കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് ഒന്നുകൂടെ ദേഷ്യം വരുവാണ്. സച്ചി പറയുന്നുണ്ട്, എന്താടാ ഡ്രൈവറിന് എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് സച്ചി ശ്രുതിയെ ഇടിക്കുവാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് പിടിച്ച് മാറ്റുന്നുണ്ട്, സച്ചിയേട്ടാ ഒന്ന് മാറ്. എന്നിട്ട് ശ്രീകാന്താണ് പിന്നെ ശ്രുതിയോട് സംസാരിക്കുന്നത്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മറ്റൊരാളുടെ ജോലിയെ താഴ്ത്തി കിട്ടുന്ന വിധത്തിൽ സംസാരിക്കരുതെന്ന്. ഓരോരുത്തർക്കും അവരവരുടെ പ്രൊഫഷൻ വലുതാണെന്ന് പറയുവാണ്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാനിവിടെ താഴ്ത്തിക്കെട്ട് സംസാരിച്ചു? ഞാനിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഈ ബിസിനസ്സിൽ മുന്നേറി വലിയൊരാളാകാൻ സാധിക്കും, വലിയൊരു മൾട്ടി മില്യണിയർ ആകും. പക്ഷേ ഇവൻ കാർ ഓടിച്ചിട്ട് എന്താവാനാ? കൂടി വന്ന പ്രൊമോഷൻ കിട്ടിയ ഒരു ലോറി ഡ്രൈവർ ആകും, അത്രയല്ലേ ഉള്ളൂ. ഇവന് മുന്നേറാൻ പോലും ഒരു വലിയ ചാൻസ് പോലും ഇല്ലയെന്ന് പിന്നെയും പുച്ഛിക്കുവാണ് സച്ചിയുടെ ഡ്രൈവർ ജോലിയെ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ദേ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ കാർ ഓടിച്ച് തന്നെ ജീവിക്കത്തുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ അധ്വാനിച്ച് ഒറ്റക്കാലിൽ സ്വന്തമായിട്ട് സമ്പാദിച്ചിട്ടാണ് ജീവിക്കുന്നത്. അല്ലാതെ നിന്നെപ്പോലെ അമ്മായച്ചൻ്റെ കാശിൽ ബിസിനസ് തുടങ്ങിയിട്ടൊന്നല്ല ഞാൻ ജീവിക്കുന്നതെന്ന് പറയുവാണേ സച്ചി. ശ്രുതിക്ക് അപ്പോൾ ഒന്നുകൂടെ ദേഷ്യം വരും. ശ്രുതി പറയും, എനിക്ക് കഴിവുണ്ട്, അതുകൊണ്ട് ശ്രുതിയുടെ അച്ഛൻ എനിക്ക് പൈസ അയച്ചു തരുന്നു, ഞാൻ ബിസിനസ് ചെയ്യുന്നു. നിനക്കങ്ങനെ അയച്ചു തരാൻ വേണ്ടി ആരുമില്ലല്ലോ. രേവതിയുടെ വീട്ടുകാരുടെ കയ്യിൽ ഒന്നുമില്ല. നീ വേണമെങ്കിൽ അവിടെ പോയി ചോദിച്ചു നോക്കുക, അവർ വേണമെങ്കിൽ 2 കിറ്റ് പൂ തരും, അതും ചെവി വെച്ച് നീ കിടന്ന് ഡാൻസ് കളിക്കുന്നൊക്കെ പറഞ്ഞ് ശ്രുതിക്ക് സച്ചിയെ കളിയാക്കുവാണ്. സച്ചിക്ക് ഇത് കേൾക്കുമ്പോഴേക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. ശ്രുതിയെ പിടിച്ച് 2 തല്ലുന്നൊക്കെയുണ്ട്. എൻ്റെ രേവതിയും വീട്ടുകാരെയും പറ്റി എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രീകാന്ത് പിടിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എടാ ശ്രീകാന്തേ, ഇവനെ കുശുംബ, നമ്മൾ 2 പേരും നല്ല പൈസയുള്ള വീട്ടിലെ പെണ്ണിനെയല്ലേ കെട്ടിക്കൊണ്ടുവന്നത്. ഇവൻ്റെ ഭാര്യ വീട്ടിൽ ഒരു സ്വത്ത് പോലും ഇല്ല, അവർ പാവപ്പെട്ടവരല്ലേ, സാധാരണ കുടുംബത്തിൽ നിന്നാണ് ഇവൻ കെട്ടിക്കൊണ്ടുവന്നത്. അതിൻ്റെ കുശുംബായി ഇവന് നമ്മളോടെന്നൊക്കെയാണ് ശ്രുതി പറയുന്നത്. പൂകെട്ടുന്ന വീട്ടിൽ നിന്ന് പെണ്ണിനെ കെട്ടിയിട്ട് നമ്മളോട് അതിൻ്റെ കുശുംബ് തീർക്കേണ്ട കാര്യമില്ലടാ സച്ചി എന്നൊക്കെയാണ് ശ്രുതി വീണ്ടും പറയുന്നത്. സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് രേവതിയെ പറ്റി പറയുമ്പോഴേക്കും. സച്ചി പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ പൂകിട്ടുന്നവളാടാ, അവൾ നല്ലോണം അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത്, അതിലൊരു കുറച്ചിലുമില്ല. അല്ലാതെ നിന്റെ ഭാര്യേനെയും പോലെ ഫ്രോഡ് തരം ചെയ്തിട്ടല്ല ഞങ്ങൾ ജീവിക്കുന്നതെന്നൊക്കെയാണ് സച്ചി പറയുന്നത്. അപ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരും ശ്രുതിയെ പറ്റി പറഞ്ഞപ്പോഴേക്കും. ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ ശ്രുതിയെ പറ്റി നീ എന്താണ് പറഞ്ഞത്, ഫ്രോഡ് ചെയ്ത് ജീവിക്കുന്നെന്നോ? അവളെപ്പറ്റി എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെയാണ് ശ്രുതി ചോദിക്കുന്നത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നിനക്ക് എന്ത് വേണമെങ്കിലും എൻ്റെ ഭാര്യയെ പറ്റി പറയാം, എനിക്കൊന്നും പറയാൻ പാടില്ലേ. ഇനി നീ ഒരു പ്രാവശ്യം കൂടി രേവതിയുടെ വീട്ടുകാരെയോ പറ്റി വേണ്ടാത്ര മര്യാദയില്ലാത്ത രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ശ്രുതി പറയും, സംസാരിച്ചാൽ നീ എന്ത് ചെയ്യോടാന്ന് ചോദിക്കുമ്പോൾ സച്ചി കയറി വീണ്ടും തള്ളുവാണ് ശ്രുതി. അങ്ങനെ 2 പേരും കൂടി തലവെടുത്താവുന്നുണ്ട്. ശ്രീകാന്ത് 2 പേരെയും പിടിച്ച് മാറ്റിയിട്ട് പറയും, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുവാണ്. 3 പേരും കൂടി മുകളിൽ ഇത്തിരി സന്തോഷത്തോടെ കുറച്ചു നേരം ഇരിക്കാന്ന് വെക്കുമ്പോഴേക്കും നിങ്ങളിങ്ങനെ തല്ലു പിടിക്കുവാണോ എന്ന് ചോദിക്കുവാണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇവൻ ഇനി ഉള്ളപ്പോൾ ഞാൻ ഈ മുകളിൽ ടെറസിലോട്ട് വരത്തില്ല എന്ന് പറയുവാണേ. ശ്രുതിയും അത് പറയുന്നുണ്ട്, ഈ സച്ചി ഉള്ളപ്പോൾ ഇനി ഞാനും ഇനി മേളിലോട്ടില്ല എന്ന് പറഞ്ഞ് ശ്രുതിയും പോകുവാണേ.
പിന്നെ കാണിക്കുന്നത് അടുക്കളയിൽ വർഷയും രേവതിയും തമ്മിലുള്ള സംഭാഷണമാണ്. വർഷ രേവതിയോട് ഈ പണിയെടുക്കുന്നതിനെ പറ്റി ചോദിക്കുവാണ്. ഈ 3 നേരവും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോഴേക്കും രേവതി ചേച്ചിക്ക് മതിയാവുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എനിക്കിങ്ങനെ ഭക്ഷണം വെക്കുന്നതും വിളമ്പുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോഴേക്കും നല്ല സ്നേഹത്തോടെ ചെയ്യുമ്പോൾ അതിൻ്റെ ക്ഷീണമൊന്നും നമുക്കറിയില്ല എന്ന് പറയുവാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഞാനൊരു ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തതിന് ഞാൻ വല്ലാതെ ടയേർഡായി പോകും. 10 മിനിറ്റ് വർക്ക് ചെയ്താൽ 10 മിനിറ്റ് എനിക്ക് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറയുവാണ്. രേവതി ചേച്ചിക്ക് നല്ല എനർജി ആണല്ലോ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ഇതും കേട്ടോണ്ടാണ് നമ്മുടെ ശ്രുതി അടുക്കളയിലോട്ട് കയറി വരുന്നത്. ശ്രുതി പറയുന്നുണ്ട്, എനർജി മാത്രമല്ല കൈ നിറയെ കാശും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അതെന്താ ശ്രുതി അങ്ങനെ പറഞ്ഞത്? അല്ല, പോകട്ടെ, രേവതി ഒരുപാട് സമ്പാദിക്കുന്നുണ്ടല്ലേ, അതുകൊണ്ടല്ലേ അച്ഛൻ ചോദിക്കാതെ തന്നെ ഞാനും കൂടി പൈസ അങ്ങോട്ടേക്ക് മാസം മാസം തരാമെന്നൊക്കെ പറഞ്ഞെന്നൊക്കെ ചോദിക്കുവാണ്. ശ്രുതിനെ പോലെ തന്നെ ശ്രുതിക്കും ആ പരിപാടി ഇഷ്ടമായിട്ടില്ല, അച്ഛനിങ്ങനെ മാസം മാസം പൈസ ചോദിക്കുന്ന ഏർപ്പാട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാനത് കൈ നിറയെ സമ്പാദിക്കുന്നത് കൊണ്ടൊന്നുമല്ല. അച്ഛൻ ചോദിച്ചു നമ്മളെല്ലാവരും വീട്ടു ചെലവിന് വേണ്ടി എന്ത് തരുമെന്ന്. ഞാനും പണി ചെയ്യുന്നുണ്ടല്ലോ, ഞാനും സമ്പാദിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഞാനും എന്തെങ്കിലും ചെലവിന് വേണ്ടി കൊടുക്കണ്ടേ, അതുകൊണ്ട് കൊടുക്കുന്നതാണെന്നാണ് രേവതി പറയുന്നത്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി പറഞ്ഞത് ശരിയല്ലേ, എന്താ രേവതി ചേച്ചി പൈസ കൊടുക്കാമെന്ന് പറഞ്ഞത് ശ്രുതി ചേച്ചിക്ക് ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. ശ്രുതി പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നുമല്ല, അച്ഛൻ ചോദിക്കാതെ തന്നെ അങ്ങോട്ടേക്ക് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതാണെന്നാണ് ശ്രുതി പറയുന്നത്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അത് പിന്നെ ഞാനും വീട്ടു ചെലവിന് കൊടുക്കുന്നതിൽ എന്താ ഇപ്പോൾ കുഴപ്പം എന്നാണ് രേവതി ചോദിക്കുന്നത്. അല്ല, അതിനു വേണ്ടിയാണോ അതോ അച്ഛൻ്റെ മുമ്പിൽ നല്ല പിള്ള ചമയാൻ വേണ്ടിയാണോ രേവതി ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നതെന്ന് പറയുവാണ് ശ്രുതി. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, എനിക്ക് അച്ഛൻ്റെ മുമ്പിൽ നല്ല പിള്ള ചമയേണ്ട കാര്യമൊന്നുമില്ല, അച്ഛന് ഞാൻ നല്ലതായിട്ട് തന്നെയാണ് തോന്നുന്നത്. ശ്രുതിയും മാസം മാസം അമ്മയ്ക്ക് കാശ് കൊടുക്കുന്നുണ്ടല്ലോ പോക്കറ്റ് മണിയായിട്ട്, ശ്രുതി അമ്മയുടെ മുമ്പിൽ നല്ല പിള്ള ചമയാൻ നോക്കുവാണോ അപ്പോൾ എന്നാണ് രേവതിയും തിരിച്ച് ചോദിക്കുന്നത്. അപ്പോഴേക്കും ശ്രുതിയുടെ ഉത്തരം മുട്ടി പോകുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അമ്മക്ക് കൊടുക്കുന്നത് പോലെ ആൻറ്റിക്ക് കൊടുക്കുന്നത്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാനും അതുപോലെ തന്നെയാണ്, എൻ്റെ വീട്ടിൽ കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നതെന്ന് പറയുവാണേ. അപ്പോൾ ശ്രുതിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതി തർക്കുത്തരം പറഞ്ഞേക്കുമ്പോൾ ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് പൈസ കൊടുക്കുന്നതിലൊന്നും കുഴപ്പമൊന്നുമില്ല, ഞാൻ നല്ലോണം സമ്പാദിക്കുന്നുണ്ട്. ശ്രുതിയും കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ലൊരു ബിസിനസ് മാനായിട്ട് ഡെവലപ്പ് ചെയ്യും, ഞങ്ങൾക്ക് പിന്നെ ലക്ഷക്കണക്കിനൊക്കെ ആയിരിക്കും വരുമാനം, ഞങ്ങൾക്ക് ആ പൈസ മുടങ്ങാതെ കൊടുക്കാൻ പറ്റും. പക്ഷേ സച്ചിയും രേവതിയും പറ്റി ആലോചിക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ എന്ന് പറയുവാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്കും കൊടുക്കാൻ പറ്റും. അല്ല, നിങ്ങൾക്ക് സച്ചിക്കിപ്പോൾ എല്ലാ ദിവസവും ഓട്ടോ ഒന്നും കിട്ടിയെന്ന് വരില്ലല്ലോ, രേവതിക്കും എല്ലാ ദിവസവും പൂ ഓർഡറൊന്നും കിട്ടിയെന്നും വരില്ല, അപ്പോൾ പിന്നെ മാസത്തിൽ ഈ പൈസ കൊടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കില്ലേ എന്നൊക്കെ ശ്രുതി കളിയാക്കുവാണ് രേവതിയെ നോക്കിയിട്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എല്ലാ ജോലിയും അങ്ങനെ തന്നെയാണ്, നിങ്ങൾക്കും നിങ്ങളുടെ കടയിൽ എല്ലാ സാധനങ്ങളും എല്ലാ ദിവസവും ഒന്നും വിറ്റുപോകത്തൊന്നുമില്ലല്ലോ, ചില ദിവസങ്ങളിൽ കച്ചവടം നടക്കാത്ത ദിവസവും ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, അങ്ങനത്തെ ദിവസങ്ങളുണ്ടാവും, പക്ഷേ ഞങ്ങൾക്ക് അത് ബാക്കി ദിവസങ്ങളിൽ അതിൻ്റെ ഇരട്ടി ലാഭവും കിട്ടും, പക്ഷേ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ലല്ലോ എന്നാണ് ശ്രുതി തിരിച്ചു ചോദിക്കുന്നത്. രേവതിക്ക് നല്ല ദേഷ്യം വരുവാണ്. രേവതി പറയുന്നുണ്ട്, ഞങ്ങളത് എങ്ങനെയെങ്കിലും കൊടുക്കും, ഇത്ര നാളെ ഞങ്ങൾ കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിച്ചത്, അല്ല നിങ്ങളുടെ കാശൊക്കെ അന്നന്നത്തെ ചിലവിന് തന്നെ തികയുന്നില്ല, പിന്നെ എങ്ങനെ മാസം കൊടുക്കുമെന്നാണ് ശ്രുതി വീണ്ടും ചോദിക്കുന്നത്. രേവതി പറയുന്നുണ്ട്, ഞങ്ങൾ അത് എങ്ങനെയെങ്കിലും കൊടുത്തോളാം, അതിനെപ്പറ്റി നിങ്ങൾ എന്തിനാണ് ചിന്തിക്കുന്നത്, ഞങ്ങൾ ഇത്ര നാളും കഷ്ടപ്പെട്ട് മാസം മാസം വീട്ടിൽ ചിലവിന് ഞങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളെപ്പറ്റി വെറുതെ മോശമായിട്ട് സംസാരിച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് രേവതി ശ്രുതിയോട് തട്ടിക്കയറി മുമ്പിലോട്ട് പോകുവാണെങ്കിൽ തല്ലാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോഴേക്കും വർഷ പിടിച്ച് മാറ്റുന്നുണ്ട്. വർഷ പറയുന്നുണ്ട്, എന്തിനാ രേവതി ഈ പ്രശ്നം ഇത്രയും വലുതാക്കി എടുക്കുന്നതെന്നൊക്കെ വർഷ ചോദിക്കുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, പിന്നെ വലുതാക്കി എടുക്കാണ്ട് അവർ ചോദിക്കുന്നത് കേട്ടില്ലേ, ഞങ്ങൾ എങ്ങനെ ഈ പൈസ കൊടുക്കുമെന്ന്, ഇത്രയും നാളെ എൻ്റെ സച്ചിയേട്ടൻ എങ്ങനെയാണ് പൈസ കൊടുത്തതെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ മുടങ്ങാതെ തന്നെയാണ് ഇവിടുത്തെ ചിലവൊക്കെ നോക്കിയിരുന്നത്, ഇവരുടെ ഭർത്താവ് ഇപ്പോഴല്ലേ പണിക്ക് പോകാൻ തുടങ്ങിയത്, ഒരു മാസം കൂടി ആയിട്ടില്ലല്ലോ, എന്തോ ലക്ഷക്കണക്കിന് സമ്പാദിക്കുന്ന പോലെ അവരുടെ വർത്താനം, ലക്ഷക്കണക്കിന് സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാസം കൊടുക്കുന്ന എമൗണ്ട് എത്രയാണെന്ന് ആദ്യം പറഞ്ഞതല്ലേ ശ്രുതി, നിങ്ങളും കേട്ടതല്ലേ, എന്നിട്ടാണ് എൻ്റെ സച്ചിയേട്ടനെ കുറ്റം പറയുന്നത്, ഞങ്ങളെപ്പറ്റി എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചാലുണ്ടല്ലോ, ഞങ്ങളും കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്, ഞങ്ങളുടെ തൊഴിലും നല്ലതാണെന്നൊക്കെ രേവതി തർക്കിക്കുവാണ് ശ്രുതിയോട്. ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് വിചാരിച്ച് കഴിഞ്ഞാൽ മാസം ഇതിലും കൂടുതൽ കൊടുക്കാൻ പറ്റും എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എന്നാ കൊണ്ടൊന്ന് കൊടുക്കാൻ പറ. അപ്പോഴേക്കും വർഷ പറയും, നിങ്ങൾ എന്തിനാ ഇങ്ങനെ തർക്കിക്കുന്നത്, ഒന്ന് നിർത്ത്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, പിന്നെ അവർ പറയുന്നത് കേട്ടില്ലേ, ഇത്ര നാളത്തെ കണക്കൊക്കെ പറയുക, അവരുടെ ഭർത്താവ് മാത്രമാണ് ഈ വീട്ടിൽ ചെലവിന് കൊടുത്തതെന്നൊക്കെയല്ലേ രേവതി പറയുന്നതെന്നൊക്കെ ശ്രുതി ചോദിക്കുവാണേ. വർഷ ശ്രുതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ശ്രുതി ചേച്ചി എല്ലാവരും കൊടുക്കുന്ന പോലെ ശ്രുതി ചേട്ടനോടും കൊടുക്കാൻ പറ, മാസം 10,000, പ്രശ്നം തീർന്നില്ലേ, രേവതി ചേച്ചി അടുക്കളയിലെ പണിയെടുക്കട്ടെ, നമുക്ക് ശല്യപ്പെടുത്തിയൊന്നും വേണ്ട, അങ്ങോട്ട് പോയിരിക്കാന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂട്ടി വർഷ പോകുവാണ്. രേവതി ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും നന്ദി.